നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 7 ബുധനാഴ്ചയാണ്. നല്ലൊരു ദിവസം തന്നെ ആയിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. കാരണം എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും പച്ച വെളിച്ചത്തിലാണുള്ളത്. ആദ്യം ഇന്നലെ ക്ലോസ് ചെയ്യുന്ന US മാർക്കറ്റുകളിലേക്ക് വന്നാൽ S&P 500ഉം നാസ്ഡാക്കും 1% മുകളിൽ നേട്ടത്തിലും ഡൗ ജോൺസ് 0.8% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളായ ജപ്പാൻ മാർക്കറ്റ്, നിക്കി, തായ്വാൻ, കോസ്പി, സിംഗപ്പൂർ മാർക്കറ്റ് എല്ലാം 1% മുതൽ 2.5% അടുത്ത് വരെ നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയും സൂചിപ്പിക്കുന്നത് നമുക്കൊരു 130 മുതൽ 140 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ വളരെയേറെ ബൂസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. കൂടാതെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ വാർത്തയും അതുമായി ബന്ധപ്പെട്ട് ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികളും എല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ ആദ്യത്തെ വാർത്ത റിയൽ എസ്റ്റേറ്റ് സെക്ടറുമായി ബന്ധപ്പെട്ടതാണ്. റിയൽ എസ്റ്റേറ്റിന്റെ ദീർഘകാല മൂലധന നേട്ടം, അതായത് LTCG നികുതി നിയമങ്ങൾ സർക്കാർ മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന വാർത്ത നമ്മൾ തിങ്കളാഴ്ച നൽകിയതാണ്. ഇപ്പോൾ സർക്കാർ അതിൽ ഒരു വ്യക്തത നൽകിയിരിക്കുന്നു. സ്ഥാവര വസ്തുക്കൾക്ക്, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടികൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകുന്നതിന് ധനകാര്യ ബില്ല് 2024 ഭേദഗതി ചെയ്യും എന്ന് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. ഇനി ഭേദഗതി എത്തരത്തിലായിരിക്കും എന്ന് വെച്ചാൽ 2024 ജൂലൈ 23 മുൻപ് സമ്പാദിച്ച ആസ്തികൾക്ക് മൂലധന നേട്ട നികുതി കണക്കാക്കുന്നതിന് നികുതിദായകർക്ക് 2 ഓപ്ഷനുകളാണ് സർക്കാർ നൽകുക. ഇൻഡെക്സേഷൻ ഇല്ലാതെയുള്ള 12.5% നികുതി നിരക്ക്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കണക്കാക്കുമ്പോൾ പണപ്പെരുപ്പത്തിനായി ഒരു അസറ്റിന്റെ വാങ്ങൽ വില, അതായത് ബൈയിങ് പ്രൈസ് ക്രമീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഇൻഡെക്സേഷൻ എന്നത്. പണപ്പെരുപ്പത്തിനായുള്ള വാങ്ങൽ വില ക്രമീകരിക്കാതെ മൂലധന നേട്ടത്തിന് 12% ഒരു ഫ്ലാറ്റായ രീതിയിൽ നികുതി നൽകുക. ഇനി ഇൻഡെക്സേഷനൊപ്പം 20% നികുതി നിരക്ക് എന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശം. മൂലധന നേട്ടത്തിന് 20% നികുതി നൽകുക, എന്നാൽ പണപ്പെരുപ്പത്തിനായുള്ള പർച്ചേസിംഗ് പ്രൈസ് ക്രമീകരിക്കുക. ഏതായാലും ഈ ഒരു വാർത്ത റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയത് തന്നെയാണ്. നികുതി ഇളവ് നൽകാനും റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനുമാണ് മാറ്റം ലക്ഷ്യമിടുന്നത്. ഏതായാലും റിയൽ എസ്റ്റേറ്റ് സെക്ടർ ഇന്ന് ഫോക്കസിലുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു വാർത്തയുള്ളത്, ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയ പൊളിറ്റിക്കൽ അൺസർട്ടൈനിറ്റിയാണുള്ളത്. ഇത് ഇപ്പോൾ ഇന്ത്യൻ ഗാർമെന്റ് സെക്ടറിന് വളരെയേറെ ഗുണകരമായിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ്. രാഷ്ട്രീയ പ്രക്ഷോഭം മൂലം ബംഗ്ലാദേശിലെ റെഡിമെയ്ഡ് വസ്ത്ര വ്യവസായം വെല്ലുവിളി നേരിടുന്ന കാലഘട്ടം അഭിമുഖീകരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വസ്ത്ര വിതരണക്കാരാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന് 2025 യൂറോപ്പിലെ ഫാഷൻ വ്യവസായത്തിലേക്കുള്ള താരിഫ് രഹിത പ്രവേശനം നഷ്ടപ്പെട്ടു. ഇത് ഇന്ത്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഗുണകരമാവും. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഷോർട്ട് ടേമിലേക്ക് ഇത് വളരെ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ ധാരാളം സ്റ്റോക്കുകൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് റാലിയിലായിരുന്നു. എന്തായാലും ഈ വാർത്ത ഷോർട്ട് ടേമിലേക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റോക്കുകൾ നമ്മളിവിടെ പറയാം. അതെല്ലാം ഫോക്കസിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് റെക്കമെൻഡേഷൻ അല്ല എന്ന് പ്രത്യേകം പറയാം. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഗോകുൽദാസ് എക്സ്പോർട്സ്, KPR മിൽസ്, സെഞ്ചുറി എൻക തുടങ്ങിയ സ്റ്റോക്കുകൾ ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ Q1 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഓട്ടോ കോമ്പണൻസ് മേക്കർ ബോഷിന്റെ റിസൾട്ട് പുറത്തു വന്നിരുന്നു. ഇയർ ഓൺ ഇയറിൽ 14% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയത്. 466 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. ടോട്ടൽ ഇൻകമായി രേഖപ്പെടുത്തിയത് 4496 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 4346 കോടി രൂപയായിരുന്നു ടോട്ടൽ ഇൻകമായി വന്നിരുന്നത്. മറ്റൊരു കമ്പനി കുമ്മിൻസ് ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 33% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ റവന്യൂവിൽ 4.3% വർധനവ് രേഖപ്പെടുത്തി. 2304 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ബാറ്റ ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 174 കോടി രൂപയാണ്. അതായത് 62.9% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. എന്നാൽ റവന്യൂവിൽ 1.4% ഇടിവ് വന്നിരിക്കുന്നു. 944.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി PI ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 448.8 കോടി രൂപയാണ്. അതായത് 17.2% വർധനവാണ് കഴിഞ്ഞ വർഷത്തെ ഫിസിക്കൽ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂ ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 2038 കോടി രൂപയാണ്. എബിറ്റയുള്ളത് 583.2 കോടി രൂപയിലാണ്. അടുത്തതായി മറ്റൊരു റിസൾട്ട് ഉള്ളത് ലൂപ്പിൻ്റെതാണ്. നെറ്റ് പ്രോഫിറ്റായി 77.2% വർധനവാണ് വന്നിരിക്കുന്നത്. 801.3 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 16.3% വർധനവ് രേഖപ്പെടുത്തി. 5600.3 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ. PB ഫിൻടെക്കിന്റെ റിസൾട്ടാണ്.
നെറ്റ് പ്രോഫിറ്റായി 60 കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.9 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 52% വർധനവാണ് വന്നിരിക്കുന്നത്. എബിറ്റയിൽ 117% വർധനവും വന്നിരിക്കുന്നു. ഒരു ശക്തമായ റിസൾട്ട് തന്നെയാണ് PB ഫിൻടെക്കിൽ നിന്നും വന്നത്. അടുത്തത് സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. റെനോം എനർജി സർവീസസിന്റെ 76% സ്റ്റേക്ക് സുസ്ലോൺ എനർജി ഏറ്റെടുക്കും. അടുത്തതായി ഇന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ആധാർ ഹൗസിംഗ് ഫിനാൻസ്, അബോട്ട് ഇന്ത്യ, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അപ്പോളോ ടയേഴ്സ്, ബാലാജി കെയർ റേറ്റിംഗ്സ്, ചെംപ്ലാസ്റ്റ് സാൻമർ, കോറമൻഡൽ ഇന്റർനാഷണൽ, ഗാന്ധർ ഓയിൽ റിഫൈനറി, ഗോഡ്ഫ്രീ ഫിലിപ്സ്, ഗുജറാത്ത് പിപ്പാവേ പോർട്ട്, ഹാപ്പി ഫോർജിങ്സ്, ITD സിമെന്റേഷൻ, ഡോക്ടർ ലാൽപത് ലാബ്സ്, ലെമൺ ട്രീ ഹോട്ടൽസ്, NHPC, NLC ഇന്ത്യ, സുല വൈൻയാർഡ്സ്, വെൽപ്സൺ കോർപ്പ്, സി മീഡിയ കോർപ്പറേഷൻ എന്നിവയാണ്. ഇതുകൂടാതെ ഒത്തിരിയേറെ മറ്റ് കമ്പനികളുടെ റിസൾട്ടുകളും വരുന്നുണ്ട്. അത് നമ്മളിവിടെ സ്ക്രീനിൽ പ്രത്യേകമായി കൊടുക്കുന്നുണ്ട്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ക്യാപിറ്റൽ, ബി സോഫ്റ്റ്, ചെമ്പൽ ഫെർട്ടിലൈസർ, GNFC, ഗ്രാനുൾസ്, ഹിൻഡു കോപ്പർ, ഇന്ത്യ സിമെന്റ്, ഇന്ത്യ മാർട്ട്, LIC ഹൗസിംഗ് ഫിനാൻസ്, മണപ്പുറം, RBL ബാങ്ക് എന്നിവയാണ്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11 മണിയോടുകൂടിയാണ്. 11 മണി മുതൽ 3:30 വരെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് നമ്മുടെ ലൈവ് സെഷൻ കാണാൻ സാധിക്കുന്നില്ല, സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവരുടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. തുടക്കത്തിൽ നിഫ്റ്റിയും സെൻസെക്സും നേട്ടത്തിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. സെൻസെക്സ് 200-ലേറെ പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. നിഫ്റ്റി ഇന്നലത്തെ ഹൈയിൽ നിന്നും ഏകദേശം 400-ലേറെ പോയിന്റ്സ് ഇടിഞ്ഞു. ബാങ്ക് നിഫ്റ്റി ആവട്ടെ ഇന്നലത്തെ ഹൈയിൽ നിന്ന് ഏകദേശം 1000-ലേറെ പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് ദിവസം കൊണ്ട് മാത്രം ഇൻവെസ്റ്റേഴ്സിന് നഷ്ടമായത് 22 ലക്ഷം കോടി രൂപയാണ്. ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ ക്രൈസിസ് കാരണം മാരിക്കോ ഇന്നലെ 6% ഇടിഞ്ഞു. ഏർണിംഗ്സ് മോശമായതിനെ തുടർന്ന് PFC 5% ഇടിഞ്ഞു. HDFC ലൈഫ് 4% ഇടിഞ്ഞത്. SBI ലൈഫ് 2% ഇടിഞ്ഞു. ഇൻഷുറൻസ് സ്റ്റോക്കുകളിൽ ഒരു മേജർ സെല്ലിംഗ് കണ്ടു. ഇന്നലെ മാർക്കറ്റിൽ നടന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 23,992-ൽ 63 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,960 ലെവലാണ്. കൂടാതെ പിന്നീട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി കാണേണ്ടത് 23,895 ഓഗസ്റ്റ് 5-ന്റെ ലോ ആണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയുടെ ബിയറിഷ്നെസ് വർദ്ധിച്ചു എന്ന് നമുക്ക് വിലയിരുത്താം. നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസമായി നെഗറ്റീവിൽ തന്നെയാണ്. കൂടാതെ ഇന്നലത്തെ ക്യാൻഡിലും സൂചിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് ടെൻഡൻസി ഉണ്ട് എന്ന് തന്നെയാണ്. മറ്റൊരു നെഗറ്റിവിറ്റി ഉള്ളത് മൊമെന്റം ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഒരു നെഗറ്റീവ് സോണിലാണുള്ളത്. ഇത് ഷോർട്ട് ടേമിലേക്ക് നിഫ്റ്റി വീക്കാണ് എന്ന സൂചനകൾ നൽകുന്നു. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് 24,000 മുതൽ 23,900 വരെയുള്ള ലെവലിന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അപ്സൈഡിൽ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,190-ഉമാണ്. അടുത്തത് ഡെയിലി ക്യാൻഡിലാണ്. വലിയ അപ്പർ വീക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഈ പാറ്റേൺ വിലയിരുത്തുകയാണെങ്കിൽ ഒരു ബിയറിഷ് സൈഡ് ബൈ സൈഡ് ബ്ലാക്ക് ലൈൻ പാറ്റേണിന് സമാനമായ ക്യാൻഡിൽ തന്നെയാണ് ഇപ്പോൾ ഈ 3 ദിവസം ഫോം ആയിരിക്കുന്നത്. ബിയറിഷ്നെസ് തന്നെയാണ് ഈ ക്യാൻഡിലും സൂചിപ്പിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം 24,800-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 24,200 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് 24,000-ലാണ്. അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. അതുവഴി ബുൾസിനാണോ ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും ബിയേഴ്സിനാണോ എന്ന് നമുക്ക് വിലയിരുത്താം. ആദ്യം 24,000 സ്ട്രൈക്കാണ്. 5% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ചെറിയ ഒരു ലോങ് ബിൽഡപ്പ് മാത്രമാണിത്. എന്നാൽ കോൾ സൈഡിൽ 67% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ഈ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 23,950 സ്ട്രൈക്കിൽ 35% വർധനവ്. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ്. എന്നാൽ കോൾ സൈഡിൽ 8% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. 24,050 സ്ട്രൈക്കിൽ 9% വർധനവ് പുട്ട് സൈഡിലും 73% വർധനവ് കോൾ സൈഡിൽ, അതായത് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള മുൻതൂക്കം കോൾ സെല്ലേഴ്സിന് തന്നെ ആണ് എന്ന് നമുക്ക് കാണാം. മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ശക്തമായി തന്നെ നിൽക്കുന്നതായി കാണാം. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 50,000 എന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ അത് ബ്രേക്ക് ചെയ്യപ്പെട്ടു. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 49,748-ൽ 343 പോയിന്റ്സ് ഇടിഞ്ഞാണ്.
ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവൽ 49,500 അപ്സൈഡിലേക്ക് വന്നാൽ 50,000 ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവൽ തന്നെയാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം കോൾ സൈഡിൽ 51,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 50,500 സ്ട്രൈക്കിലും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000 അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 49,500 സ്ട്രൈക്കുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000. ഓഗസ്റ്റ് 5-ന് 50% മുകളിൽ ഉയർന്ന ഇന്ത്യ ബിക്സ് ഇന്നലെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 18.74-ൽ 7.98% ഇടിഞ്ഞാണ് ഇന്ത്യ ബിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. 3,531 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്തത്. FIS തുടർച്ചയായ ദിവസങ്ങളിൽ സെല്ലിങ്ങിൽ തന്നെയാണ്. DIS ആവട്ടെ 3,357 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തത്. US മാർക്കറ്റിലേക്ക് 3 ദിവസത്തെ ഇടിവിന് ശേഷം ഇൻഡെക്സുകൾ ഉയർന്നു. S&P 500-ഉം നാസ്ഡാക്കും 1%, ഡൗ ജോൺസ് 0.8% ഉയർന്നു. പ്രതീക്ഷിച്ചതിലും ദുർബലമായ ജോബ്സ് ഡാറ്റയാണ് സമ്പദ് വ്യവസ്ഥ ഒരു മാന്ദ്യത്തിലേക്ക് പോയി എന്ന ആശങ്കകൾ നൽകിയത്. എന്നാൽ ഇന്നലെ ചിക്കാഗോ ഫെഡ് പ്രസിഡന്റ് ഓസ്റ്റിൻ ഗോൾസ്ബി അടക്കമുള്ള വലിയ വിദഗ്ധർ പറഞ്ഞത് അത്തരത്തിലുള്ള മാന്ദ്യത്തിന്റെ സാധ്യതകൾ അവർ തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് നിരക്ക് കുറയ്ക്കണം എന്ന വാദഗതിയിൽ തന്നെയാണ് അവർ ഉള്ളത്. ഇനി ഇന്നലത്തെ മാർക്കറ്റിലേക്ക് വന്നാൽ സെക്ടറുകളിൽ റിയൽ എസ്റ്റേറ്റും ഫിനാൻഷ്യലും തന്നെയാണ് ഇന്നലെ ഉയർന്നത്. മെഗാ ക്യാപ് ടെക്നോളജി സ്റ്റോക്കായ എൻവിഡിയ 4% ഉയർന്നു. US മാർക്കറ്റുകളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഒരു ഓവർ വാല്യൂഡ് സിറ്റുവേഷനിൽ തന്നെ ആയിരുന്നു മാർക്കറ്റുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷൻ സംഭവിക്കുകയും ചെയ്തു. ഇനി വാല്യുവേഷൻ കുറേയൊക്കെ കമ്പനികളുടെ കുറഞ്ഞതുകൊണ്ട് തന്നെ ഇനി സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് കൂടി വരുന്നതോടെ മാർക്കറ്റുകൾ വീണ്ടും ഉയരാൻ തന്നെയുള്ള ഒരു സാധ്യതയാണ് വിദഗ്ധർ കാണുന്നത്. പക്ഷേ ഇന്നലെ ഗോൾഡ്മാൻ സാച്ചസിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ട് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. സാച്ചസിലെ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അടുത്ത വർഷം അമേരിക്കയിൽ മാന്ദ്യത്തിന്റെ സാധ്യത 15%-ൽ നിന്ന് 25%-ആയി വർദ്ധിച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും വരുന്ന മാസങ്ങളിൽ മാർക്കറ്റ് എത്തരത്തിലാണ് റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തത് US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ്. ഇന്നലെ ഇൻഫോസിസ് 0.91% നേട്ടമുണ്ടാക്കി. വിപ്രോ ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്, 3.38% നേട്ടത്തിൽ. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും HDFC ബാങ്ക് 0.55% നേട്ടത്തിലും ഡോക്ടർ റെഡ്ഡി 1% മുകളിൽ നേട്ടത്തിലും ഇന്നലെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.09% നേട്ടത്തിൽ, S&P 500 ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.23% നേട്ടത്തിൽ, ജർമ്മൻ മാർക്കറ്റ് DAX 0.09% നേട്ടത്തിൽ, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.27% ഇടിവും നേരിട്ടു. ഇന്നലെ പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 ഏകദേശം 0.2% ഉയർന്നത്. ഇന്നലെ ടെക്നോളജി സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിലും ടെക്നോളജി സ്റ്റോക്കുകൾ ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് നല്ല പോസിറ്റീവിൽ തന്നെയാണ്. DAX 0.62% നേട്ടത്തിൽ, CAC 0.72% നേട്ടത്തിൽ, FTSE 0.55% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ US മാർക്കറ്റ് ശക്തമായി ഉയർന്നതും കൂടാതെ ജപ്പാനീസ് മാർക്കറ്റ് നിക്കിയിൽ ഒരു റീബൗണ്ട് കണ്ടതും ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകൾക്ക് ഉണർവ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,189.50 എന്ന നിലയിലാണ്. 144.50 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്കൊരു 130 മുതൽ 140 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1%-അടുത്ത് നേട്ടത്തിലാണ്. തായ്വാൻ മാർക്കറ്റ് 1.66% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 1.90% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 1.34% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ കഴിഞ്ഞ സെഷനിലെ വിറ്റഴിക്കലിന് ശേഷം വാൾ സ്ട്രീറ്റ് റാലി നടത്തുകയും ചെയ്തതോടെ ചൊവ്വാഴ്ച US ക്രൂഡ് ഓയിൽ ഉയരുകയുണ്ടായി. ഇന്നലെ ബ്രണ്ടും WTIയും ചെറിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $76.09 പെർ ബാരൽ എന്ന നിലയിൽ 0.34% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $72.75 പെർ ബാരൽ എന്ന നിലയിൽ 0.61% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എല്ലാം എഡ്യൂക്കേഷണൽ വ്യൂസ് മാത്രമാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.